ഹലോ, 2018 PSC ചോദിച്ച വർക്ക് ആൻഡ് ടൈം റിലേറ്റഡ് ഒരു ചോദ്യമാണത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. രാജുവും ടോമും 10 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്യുന്നു. അതേ വർക്ക് അപ്പുവും ടോമും ആണെങ്കിൽ 12 ദിവസം കൊണ്ട് ചെയ്യും. അപ്പുവും രാജുവും ആണെങ്കിൽ അതേ വർക്ക് 15 ദിവസം കൊണ്ട് ചെയ്യും. ചോദ്യം എന്തെന്ന് വെച്ചാൽ, അപ്പുവും ടോമും രാജുവും ഒരുമിച്ചാണ് ഈ വർക്ക് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസത്തിൽ ഈ വർക്ക് തീരും എന്നതാണ് ചോദ്യം. നമുക്ക് ഓരോരുത്തരുടെയും ഒരു ദിവസം ഇവർ ചെയ്യുന്ന വർക്കിനെ ഓരോ വേരിയബിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഇപ്പം രാജു ഒരു ദിവസം ചെയ്യുന്നത് നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു. ടോം ഒരു ദിവസം ചെയ്യുന്നത് വൈ എന്ന് വിളിക്കുന്നു. അപ്പു ഒരു ദിവസം ചെയ്യുന്നത് ഇസഡ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ രാജുവും ടോമും ഒരുമിച്ച് ഇതേ വർക്ക് ചെയ്യുകയാണെങ്കിൽ 10 ദിവസം എടുക്കും. അങ്ങനെ രാജുവും ടോമും ഒരു ദിവസം ചെയ്യുന്ന എത്രയായിരിക്കും? 1/10 എക്സ് പ്ലസ് വൈ. അതായത് രാജു ഒരു ദിവസം ചെയ്യുന്നത് ടോം ഒരു ദിവസം ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇവർ ഒരുമിച്ച് ഒരു ദിവസം ചെയ്യുന്നത് എത്രയെന്ന് കിട്ടും. അതെത്രയാണ്? 1/10. ഇനി ടോമും ടോമും അപ്പു എത്ര ആകും? വൈ പ്ലസ് ഇസഡ്. ഒരു ദിവസം ചെയ്യുന്നതാണ്. എത്രയാണ്? 12 ദിവസമാണ് അവർ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഒരു ദിവസം അവർ എത്ര വർക്ക് ചെയ്യും അല്ലേ? ഒരു ദിവസം എത്രയും 1/12 വർക്കാണ് ചെയ്യുന്നത്. അപ്പുവും രാജുവും കൂടെ ആണെങ്കിലോ എക്സ് പ്ലസ് ഇസഡ് ആണെങ്കിൽ 15 ദിവസം കൊണ്ട് തീരും. അപ്പം വർക്കിൻ്റെ 15-1 ഒരു ദിവസം തീരുന്നത്. 10-1 മനസ്സിലായല്ലോ, പിന്നെ കൂടുതൽ പറഞ്ഞല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3 ഇക്വേഷൻ നമുക്ക് കിട്ടി. എക്സ് പ്ലസ് വൈ, വൈ പ്ലസ് ഇസഡ്, എക്സ് പ്ലസ് ഇസഡ്. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്താണ്? ഇവർ 3 പേരും കൂടെ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ്. അത് നമുക്കിപ്പോൾ ഉത്തരം നമുക്ക് 1/k എന്നാണ് കിട്ടുന്നതെങ്കിൽ k ഡേയ്സ് എടുക്കും ഇവർ 3 പേരും കൂടെ ചേർന്ന് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അത് മനസ്സിലായോ? ഇവിടെ നോക്കിയാൽ മതി. എക്സും വൈയും 10 ദിവസം എടുത്തു ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ അവർ ഒരു ദിവസം ചെയ്യുന്ന എത്രയായിരിക്കും? 1/10. ഇവിടെ ഇവർ 3 പേരും കൂടെ k ഡേയ്സ് എടുക്കുകയാണെങ്കിൽ അവർ ഒരു ദിവസം ചെയ്യുന്നത് എത്രയായിരിക്കും? 1/k ആയിരിക്കും. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് കണ്ടുപിടിക്കുക, അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക എന്നതാണ്. നമുക്കിനി ഈ 3 ഇക്വേഷൻസ് 1, 2, 3 ഈ 3 ഇക്വേഷൻസ് വെച്ച് നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് കണ്ടെത്തണം. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് ഇത് 3നെയും കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് നമുക്ക് ഈ ഇക്വേഷനിലോട്ട് എത്താൻ പറ്റി അതല്ലേ ഏറ്റവും എളുപ്പം. അപ്പോൾ 3 കൂടെ ആഡ് ചെയ്യുന്നു. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 പ്ലസ് ഇക്വേഷൻ 3 ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് വൈ പ്ലസ് ഇസഡ് പ്ലസ് എക്സ് പ്ലസ് ഇസഡ് is equal to 1/10 plus 1/12 plus 1/50. x 2x 2x 2y 2y 2z 2z is equal to ഇതെന്താ? ഫ്രാക്ഷൻ ആണ്. ഫ്രാക്ഷൻ ആകുമ്പോൾ ഡിനോമിനേറ്റർ ഡിഫറൻറ്റും ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കണം. 10 30 പോവും. 12 പക്ഷേ 30 പോകത്തില്ല. 15 30 പോവായിരുന്നു. 60 10 പോവും. 12 പോവും, 15 പോവും. 1 × 6 ആണ്, അല്ല 10 × 6 ആണ് 60. അപ്പോൾ ഇവിടെയും 1 ഉണ്ട്. അപ്പോൾ 6. 12 × 5 ആണ് 60. അപ്പോൾ ഇവിടെയും 5 പ്ലസ് 5. 15 × 4 ആണ് 60. ഇവിടെയും 4 പ്ലസ് ഇതിവിടെ എല്ലാം 2 ഉള്ളതുകൊണ്ട് 2 നമുക്ക് കോമൺ എടുക്കാം. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് നമുക്ക് കണ്ടെത്താനുള്ള സാധനം കിട്ടി ഇവിടെ. ഈക്വൽ ടു 6 + 4 6 + 5 11 11 + 4 15 15/60. ഓക്കെ, നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആണ് കണ്ടത്. ആദ്യം നമുക്ക് അത് കണ്ടെത്താം. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇവിടെ 2 മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പുറത്ത് ചെല്ലുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. 1/2. 15/60 കോമൺ ആയിട്ട് എന്തൊക്കെ ഉണ്ട്? 5 ഉണ്ട്.
5 ഇൻറ്റു 3 ആണ് 15. 5 ഇൻറ്റു 12 ആണ് 60. പിന്നെയും കോമൺ ആയിട്ടുണ്ട്. 3 ഒരു തവണ പോവും, 12 4 തവണ പോവും. ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 1/2. 1/4 ഇൻറ്റു 1/2 അത് എത്രയാവും? 1/8. നമുക്ക് കിട്ടി എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 1/8. നമ്മുടെ ഉദ്ദേശം എന്താ? 1/k ആണ് കിട്ടുന്നതെങ്കിൽ ഇവർ k ഡേയ്സ് എടുക്കും. ഇവിടെ നമുക്ക് 1/8 എന്ന് കിട്ടി. അപ്പോൾ ഇവർ എത്ര എടുക്കും? 8 ഡേയ്സ് എടുക്കും. 8 ഡേയ്സ് എടുക്കും. ഉത്തരത്തിലുണ്ടോ നോക്കാം. 8 ഡേയ്സ്. ആദ്യത്തെ ഓപ്ഷൻ തന്നെ 8 ഡേയ്സ്. ഇതിൻ്റെ ഉത്തരം 8 ഡേയ്സ്.